അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശർറൻ നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ മൻ തറകഹുന്നാസു ഇത്തിഖാ ശർരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപദ്രവത്തെ പേടിച്ച് ജനങ്ങൾ ഒരാളെ ഒഴിവാക്കുന്നുവെങ്കിൽ അയാളാണ് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും മോശമായവൻ. ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത്. മനുഷ്യരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഹദീസ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം ആകർഷകമായാൽ, നല്ല രൂപത്തിലായാൽ, ജനങ്ങളോട് ഏറ്റവും മനോഹരമായി പെരുമാറാൻ ആ വ്യക്തിക്ക് കഴിയുമെങ്കിൽ എല്ലാവരും അയാളിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. ആ മനുഷ്യൻ്റെ സാമീപ്യം കൊതിക്കുകയാണ് ചെയ്യുക. ആ മനുഷ്യനോട് ചേർന്നിരിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തോട് അങ്ങോട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെയാണ് ശ്രമിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ അയാളോട് ആരടുത്തുവോ ആ അടുക്കുന്നവർക്കൊക്കെ അയാളിൽ നിന്നും ഉപദ്രവവും ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടാകുന്നുവെങ്കിൽ ജനങ്ങൾ ആ മനുഷ്യനെ ഒഴിവാക്കുകയാണ് ചെയ്യുക. ആ മനുഷ്യൻ ആളുകൾ കൂടിയിരിക്കുന്നിടത്തേക്ക് കയറി വന്നാൽ ഒരു തിരക്കുമില്ലാത്ത ആളുകളും എന്തെങ്കിലും തിരക്ക് അഭിനയിച്ച് അവിടെ നിന്നും ഒഴിഞ്ഞു പോകും. എവിടെ പോയാലും സ്വീകാര്യത കിട്ടാത്ത, എവിടെ പോയാലും ആളുകൾ അകറ്റുന്ന, ആളുകൾ വെറുക്കുന്ന, ആളുകൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് സംഭവിക്കുക. ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ജനങ്ങളെല്ലാം ഷെറ് പേടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, എന്തെങ്കിലും അർത്ഥത്തിൽ അത് നാവ് കൊണ്ടുള്ള ഉപദ്രവമാകാം, അല്ലെങ്കിൽ അപവാദം പറഞ്ഞുകൊണ്ടാകാം, അതല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തിയിട്ടാവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഉപദ്രവം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇങ്ങനെ ജനങ്ങൾക്ക് ഏതെല്ലാം അളവിൽ ഉപദ്രവം ചെയ്യാമോ എന്ന് നോക്കി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാകും. അത്തരം ആളുകളുടെ ഷെറിൽ നിന്നും ഒഴിവാകാൻ അവർ വഴി തേടും. അവർ സ്വയം ആ മനുഷ്യനിൽ നിന്നും ഒഴിഞ്ഞു പോകും. അയാളോട് ആരും ചെങ്ങാത്തം കൊടുക്കുകയില്ല. അയാളെ വേണ്ടപ്പെട്ടവർ പോലും ഒഴിവാക്കുകയാണ് ചെയ്യുക. അത്തരം ആളുകളാണ് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പദവി ഉണ്ടാകുന്ന ആളുകളെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. നമ്മയെല്ലാം അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു ഹദീസാണ് ഇത്. നമ്മുടെ സ്വഭാവം കൊണ്ട് ആളുകൾ നമ്മളിലേക്ക് അടുക്കുകയാണോ അതോ അകലുകയാണോ? വളരെ അടുത്ത് പെരുമാറുന്ന ആളുകളോട് ചോദിച്ചാൽ നമ്മുടെ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും അവർ പറഞ്ഞു തരും. അത്തരം നെഗറ്റീവുകൾ, ജനങ്ങളെ അകറ്റുന്ന ദുസ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നാം അത് വേണ്ടെന്ന് വെക്കണം. ജനങ്ങൾ നമ്മെ വേണ്ടെന്ന് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ ദുസ്വഭാവങ്ങൾ നാം വേണ്ടെന്ന് വെച്ച് സ്വന്തത്തെ തിരുത്തി നല്ല വ്യക്തികളായി മുന്നോട്ട് പോകാൻ കഴിയണം. വലഖദ് കറംനാ ബനി ആദം, നാം ആദമിൻ്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു ആദരിച്ച മനുഷ്യ മക്കളെ നമ്മൾ അനാദരിക്കാൻ പാടില്ല. അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ഏത് ജാതിയിലും മതത്തിലും പെട്ടവനാണെങ്കിലും പെട്ടവളാണെങ്കിലും അവർക്കുള്ള വില നൽകുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ആദരിച്ച മനുഷ്യവർഗത്തെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ സൂക്തത്തിൽ ആണ് അള്ളാഹു മനുഷ്യന് നൽകി ആദരവിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹു ആദരിച്ചൊരു വിഭാഗത്തെ, താൻ ആദരിക്കുന്ന ഒരു വിഭാഗത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ ഒരു നല്ല വ്യക്തിക്ക് തോന്നുകയില്ല. ഒരിക്കലും പ്രയാസപ്പെടുത്താൻ ഒരു നല്ല വ്യക്തിക്ക് തോന്നുകയില്ല. അതിനാൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ, മറ്റുള്ളവർ ഷെറ് പേടിച്ച് അകലാത്ത രൂപത്തിൽ, അടുക്കാൻ കൊതിക്കുന്ന രൂപത്തിലാവണം നമ്മിൽ ഓരോരുത്തരുടെയും സ്വഭാവം. അത് നമുക്ക് ഇഹലോകത്തും സൽപ്പേര് പ്രദാനം ചെയ്യും. ആളുകൾ നമ്മളിലേക്ക് ആകൃഷ്ടരാകും. പരലോകത്ത് സ്വർഗത്തിലെത്താൻ അത് ഇടയാക്കുകയും ചെയ്യും. ഈ ഹദീസിൻ്റെ നേരെ മറുഭാഷ്യമാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവർ, ജനങ്ങൾ നന്മ പ്രതീക്ഷിച്ച് ആരിലേക്ക് അടുക്കുന്നുവോ അവരാണ് എന്ന്.
അതിനാൽ ജനങ്ങൾ നന്മ പ്രതീക്ഷിച്ച് സൽഗുണങ്ങൾ കണ്ട് അടുക്കാൻ കഴിയുന്ന നല്ല വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. മറിച്ചെന്തെങ്കിലും സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ സ്വയം കണ്ടെത്തുകയോ വേണ്ടപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്ത് തിരുത്തലിലൂടെ ജീവിതം കൂടുതൽ നന്മയിലേക്ക് എത്തിച്ച് അങ്ങനെ നല്ല വ്യക്തികളായി മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ മരണപ്പെടുമ്പോൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ അടിമകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെട്ട് മരിക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.